നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കാസർഗോഡ് ഫോറസ്റ്റ് ഡിവിഷൻ പരിധിയിൽ RRT അനുവദിക്കുന്നത് സജീവ പരിഗണനയിലെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. വനാതിർത്തിയിൽ ജനങ്ങൾക്ക് ഭയം കൂടാതെ ജീവിക്കുവാനുള്ള സാഹചര്യമൊരുക്കുമെന്നും മന്ത്രി. TDF കാസർഗോഡ് യൂണിറ്റ് ഓപ്പൺ ജനറൽ ബോഡി യോഗവും പണിമുടക്ക് വിശദീകരണ യോഗവും നടത്തി. ബിജോ ജോൺ ഉദ്ഘാടനം ചെയ്തു. ആരിക്കാടി കോട്ടയിലെ നിധിവേട്ട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് INL പ്രകടനം നടത്തി. കാസർഗോഡ് സാഹിത്യവേദി മൃദുൽ VM-ന്റെ കുളെ പുസ്തകം ചർച്ച ചെയ്തു. പുലിക്കുന്ന് ലൈബ്രറി ഹാളിലായിരുന്നു പരിപാടി. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനം തൊങ്കൽ എന്ന പേരിൽ സംഘടിപ്പിച്ച കലാപരിപാടികൾ ശ്രദ്ധേയമായി. ഇന്റർ പോളിടെക്നിക് കോളേജ് നോർത്ത് സോൺ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ്. തൃക്കരിപ്പൂർ പോളിടെക്നിക് കോളേജ് ടീം ജേതാക്കൾ. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ഫോറസ്റ്റ് ഡിവിഷൻ പരിധിയിൽ RRT അനുവദിക്കുന്നത് സജീവ പരിഗണനയിലാണെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. വെള്ളരിക്കുണ്ട് മിനി സിവിൽ സ്റ്റേഷനിൽ വനം വകുപ്പിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വനാതിർത്തിയിൽ ജനങ്ങൾക്ക് ഭയം കൂടാതെ ജീവിക്കുവാനുള്ള സാഹചര്യമൊരുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വെള്ളരിക്കുണ്ട് മിനി സിവിൽ സ്റ്റേഷനിൽ വനം വകുപ്പിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിച്ചു. കാസർഗോഡ് ഫോറസ്റ്റ് ഡിവിഷൻ പരിധിയിൽ RRT അനുവദിക്കുന്നത് സജീവ പരിഗണനയിലാണെന്നും ഇനി അനുവദിക്കുന്ന ആദ്യത്തെ RRT കാസർഗോഡ് ജില്ലയ്ക്കായിരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വനമേഖലയിലെ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കുന്നതിന് 640 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ നടപടി ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ നിലവിലുള്ള വനം വകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ച് പ്രത്യേക ദ്രുതകർമ്മസേനയുടെ പ്രപ്പോസൽ നൽകിയാൽ അംഗീകാരം നൽകുമെന്നും വനാതിർത്തിയിൽ ജനങ്ങൾക്ക് ഭയം കൂടാതെ ജീവിക്കാനുള്ള സാഹചര്യമൊരുക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നമുക്ക് ഇവിടെയുള്ള ഇപ്പോഴത്തെ ഒരു ടീമിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു അഡീഷണൽ സ്പെഷ്യൽ RRT-കളെ അല്ലെങ്കിൽ PRT-കളെ ഉണ്ടാക്കാൻ കഴിയുമെന്നൊരു പ്രപ്പോസൽ തന്നാൽ ആ പ്രപ്പോസലിന് അംഗീകാരം തരുന്നതിന് പ്രയാസമില്ല. കാരണം നമുക്ക് കാര്യങ്ങൾ നടക്കണം. പേരെന്തായിരുന്നാലും നമുക്ക് കാര്യം നടക്കണം. ജനങ്ങൾക്ക് പിന്നെ ഈ വനമേഖലയിൽ ഡിവിഷൻ എത്ര ഡിവിഷനാണ്? ഈ 2 റേഞ്ചിലെയും റേഞ്ച് ഓഫീസർമാർ വരെയുള്ളവരെ വിളിച്ചുകൂട്ടി ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി ഒരു സമഗ്ര പരിശോധനാ സംവിധാനം ഒരാഴ്ചക്കകം നടപ്പിലാക്കി ഉറപ്പുവരുത്തുന്നത്. നമുക്ക് ആത്യന്തികമായി വേണ്ടത് ജനങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കാനും ഉറങ്ങാനും കഴിയുന്ന സാഹചര്യം ഒരുക്കുന്ന കാര്യത്തിൽ ഒരു വീഴ്ചയും വരുത്താതെ പ്രതിബദ്ധതയോടെ വനംവകുപ്പിലെ ജീവനക്കാർ പ്രവർത്തിക്കണം എന്ന് നിർദ്ദേശിക്കുന്നു. പ്രവർത്തിക്കുമെന്ന് എനിക്ക് അനുഭവമുണ്ട്. അങ്ങനെ നമുക്ക് ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വകുപ്പായി ഈ വകുപ്പിനെ മാറ്റിയെടുക്കാൻ കഴിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. E. ചന്ദ്രശേഖരൻ MLA അധ്യക്ഷത വഹിച്ചു. സബ് കളക്ടർ പ്രതീക് ജെയിൻ വിശിഷ്ടാതിഥിയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ജോമോൻ ജോസ്, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷോബി ജോസഫ്, ബളാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M. രാധാമണി, പഞ്ചായത്ത് വാർഡ് മെമ്പർ മോണ്ടസി ജോയ്, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, കാസർഗോഡ് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ വി. രതീശൻ, വെള്ളരിക്കുണ്ട് തഹസിൽദാർ PV. മുരളി തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ നോർത്തേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ KS. ദീപ സ്വാഗതവും ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ K. അഷ്റഫ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് വനം വകുപ്പിന് അനുവദിച്ച വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ്. അത്തിയടുക്കം നിവാസികൾക്ക് വനം വകുപ്പ് അനുവദിച്ച സർട്ടിഫിക്കറ്റ്, വനാവകാശ നിയമപ്രകാരമുള്ള കുടിവെള്ള പദ്ധതിക്ക് ഭൂമി അനുവദിക്കുന്നതിൻ്റെ രേഖാ കൈമാറ്റം, വനനീർ പദ്ധതിയുടെ ഉദ്ഘാടനം എന്നിവ നടന്നു. വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ചടങ്ങുകൾ നിർവഹിച്ചു. കാസർഗോഡ് വനം വകുപ്പിന് അനുവദിച്ച വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ്, അത്തിയടുക്ക നിവാസികൾക്ക് വനം വകുപ്പ് അനുവദിച്ച സർട്ടിഫിക്കറ്റ്, വനാവകാശ നിയമപ്രകാരമുള്ള കുടിവെള്ള പദ്ധതിക്ക് ഭൂമി അനുവദിക്കുന്നതിന്റെ രേഖാ കൈമാറ്റം, വനനീർ പദ്ധതിയുടെ ഉദ്ഘാടനം എന്നിവ വെള്ളരിക്കുണ്ട് മിനി സിവിൽ സ്റ്റേഷനിൽ വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ നിർവഹിച്ചു. വനനീർ ഓഡിയോ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. ഓഡിയോയിൽ ഗാനം രചിച്ച ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ NV സത്യൻ, ഗാനം ആലപിച്ച DFO K. അഷ്റഫ്, കോറസ് പാടിയ പാട്ടുകാർ തുടങ്ങിയവർക്ക് മന്ത്രി ഉപഹാരം നൽകി.
ചടങ്ങിൽ ജനപ്രതിനിധികളും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ TDF കാസർഗോഡ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഓപ്പൺ ജനറൽ ബോഡി യോഗവും പണിമുടക്ക് വിശദീകരണ യോഗവും നടത്തി. വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിജോ ജോൺ ഉദ്ഘാടനം ചെയ്തു. ശമ്പളവും പെൻഷനും കൃത്യമായി നൽകുക, DA കുടിശ്ശിക മുഴുവനും അനുവദിക്കുക, KSRTCയുടെ റൂട്ടുകൾ സംരക്ഷിക്കുക, KSRTCക്ക് പുതിയ ബസ്സുകൾ വാങ്ങുക, 16 ഫിസിക്കൽ ഡ്യൂട്ടി നിബന്ധന പിൻവലിക്കുക, ശമ്പള കരാറിൽ സർക്കാർ ഉത്തരവിറക്കുക, ഡ്രൈവർമാരുടെ സ്പെഷ്യൽ അലവൻസ് കുടിശ്ശിക അനുവദിക്കുക, KSRTCയിൽ പുതിയ സ്ഥിര നിയമനങ്ങൾ നടത്തുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച് ഫെബ്രുവരി 4-ന് KSRTC ജീവനക്കാർ പണിമുടക്കുകയാണ്. ഇതിന് മുന്നോടിയായാണ് ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ TDF കാസർഗോഡ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ പണിമുടക്ക് വിശദീകരണ യോഗവും ഒപ്പം ഓപ്പൺ ജനറൽ ബോഡി യോഗവും നടത്തിയത്. വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബിജോ ജോൺ ഉദ്ഘാടനം ചെയ്തു. മറ്റെല്ലാ കാര്യങ്ങളും നടത്തിയിട്ട് അവസാനമായി ജീവനക്കാരുടെ ശമ്പളം കൊടുക്കാം എന്ന നിലപാടുമായിട്ടാണ് ഇവിടെ ഭരണകൂടം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇവർ പറയുന്നു സർക്കാർ ഇവിടെ വാരിക്കോരി കൊടുക്കുന്നു 11,550 കോടി രൂപ KSRTCക്ക് സർക്കാർ കൊടുത്തു എന്നാണ് പറയുന്നത്. ഞാൻ നിഷേധിക്കുന്നില്ല, കൊടുത്തതെല്ലാം വായ്പയാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. കൊടുത്തതൊക്കെ വായ്പയാണ്. അല്ല എങ്കിൽ അന്ന് UDF ഗവൺമെന്റ് കാലത്ത് അധികാരം കഴിയുമ്പോൾ 4,200 കോടി രൂപയാണ് KSRTC നടന്നുണ്ടായിരുന്നതെങ്കിൽ 9 വർഷം പിന്നിടുമ്പോൾ അത് 16,300 കോടി രൂപയായി ഉയർന്നെങ്കിൽ അതിന് ഉത്തരവാദി ആരാണെന്ന് കൂടി പറയണം. TDF കാസർഗോഡ് യൂണിറ്റ് പ്രസിഡന്റ് PT സുധീർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PK ഷംസുദ്ദീൻ സ്വാഗതം പറഞ്ഞു. വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി AN രാജേഷ്, INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് MV പത്മനാഭൻ, വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ജലീൽ മല്ലം, ജില്ലാ സെക്രട്ടറി വിനോദ് ജോസഫ്, A മധു, VK പവിത്രൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുമ്പള ആരിക്കാടി കോട്ടയിലെ കിണറിൽ നിധി കുഴിച്ചെടുക്കുന്നതിന് എത്തിയതിനിടെ പിടിയിലായ മൊഗ്രാൽപുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ രാജിവെക്കണമെന്ന് INL. ഈ ആവശ്യമുന്നയിച്ച് INL പ്രവർത്തകർ എരിയാൽ ടൗണിൽ പ്രകടനം നടത്തി. ആരിക്കാടി കോട്ടയിലെ കിണറിൽ നിധി കുഴിച്ചെടുക്കുന്നതിനെത്തിയതിനിടെ പിടിയിലായ മൊഗ്രാൽപുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ സത്യപ്രതിജ്ഞാ ലംഘനമാണ് നടത്തിയതെന്നും ആ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചൊഴിയണമെന്നുമാണ് INL ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യം ഉന്നയിച്ചുള്ള പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി ഏരിയൽ ടൗണിൽ നടന്ന പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. പ്രകടനത്തിന് ശേഷം നടന്ന പ്രതിഷേധ യോഗം INL ജില്ലാ ജനറൽ സെക്രട്ടറി അസീസ് കടപ്പുറം ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞാലിക്കുട്ടിയടക്കമുള്ള PMA സലാം അടക്കമുള്ള ഉത്തരവാദിത്തപ്പെട്ട കലക്ടർമാജി അടക്കമുള്ള നേതാക്കന്മാരെ വെല്ലുവിളിക്കുകയാണ് ഞാൻ. ഈ കൊള്ളക്കാരനോട് രാജിവെക്കണമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളും അതിന് ഉത്തരവാദിയെന്ന് ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തെയും മുസ്ലിം ലീഗിന്റെയും UDFന്റെയും നേതൃത്വത്തെ അറിയിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. UDFന്റെ പ്രതിനിധിയായ കോൺഗ്രസിന്റെ യോഗം ഇന്ന് ചേർന്നു, ഒരു പ്രമേയം കണ്ടു. കോൺഗ്രസ് ആണത്തോടു കൂടി പറഞ്ഞു, നിങ്ങൾ രാജിവെക്കണം, മുജീബിനെ ഒഴിപ്പിക്കണം, മുജീബിനെ ഒഴിവാക്കണം, നമ്മൾക്ക് നാണക്കേടാണ്, UDFന് നാണക്കേടാണ് എന്ന് UDFന് ഈ സംസ്ഥാനത്ത് നേതൃത്വം കൊടുക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് പാർട്ടി അതിന്റെ പഞ്ചായത്ത് കമ്മിറ്റി ഇന്ന് പ്രമേയം പാസാക്കിയിരിക്കുകയാണ്. മണ്ഡലം ട്രഷറർ കലീൽ എരിയാൽ അധ്യക്ഷത വഹിച്ചു. CMA ജലീൽ, ഹനീഫ് കടപ്പുറം, നൌഷാദ് ബള്ളിയിൽ, ജാവിർ കുളങ്ങര, സമീർ എരിയാൽ, കലീൽ മലബാർ, ഇൻസിമാം എരിയാൽ, സമദ് പട്ടാൺ, ചെപ്പു എടച്ചേരി, അന്തിക്ക ആസാദ് നഗർ, അഷ്റഫ് ബദർ നഗർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ എഴുത്തുകാരൻ മൃദുൽ VM-ന്റെ കുളെ പുസ്തകം ചർച്ച ചെയ്തു. പുലിക്കുന്ന് ലൈബ്രറി ഹാളിലായിരുന്നു പരിപാടി. പത്മനാഭൻ ബ്ലാത്തൂർ പുസ്തകാവതരണം നടത്തി. എഴുത്തിടങ്ങളിൽ കാസർഗോഡിൻ്റെ കയ്യൊപ്പ് ചാർത്തുന്ന മൃദുൽ VM-ന്റെ 8 കഥകളുടെ സമാഹാരമാണ് കുളെ. പ്രമേയത്തിലെ വ്യത്യസ്തതയും ദൃശ്യങ്ങളായി അനുഭവം പകരുന്ന എഴുത്തുകളുമാണ് ഈ കഥാസമാഹാരത്തിൻ്റെ പ്രത്യേകത. മൃദുൽ VM-ന്റെ ഈ പുസ്തകം കാസർഗോഡ് സാഹിത്യവേദി ചർച്ചയ്ക്കെടുത്തപ്പോൾ കാസർഗോഡിന് ലഭിച്ചത് മികച്ചൊരു സർഗാത്മക വേദിയാണ്. കാസർഗോഡ് പുലിക്കുന്നിലെ ജില്ലാ ലൈബ്രറി ഹാളിൽ പുസ്തകമെഴുതിയ മൃദുൽ VM-ന്റെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു കുളെ പുസ്തക ചർച്ച നടന്നത്. പ്രശസ്ത എഴുത്തുകാരൻ പത്മനാഭൻ ബ്ലാത്തൂർ പുസ്തകാവതരണം നടത്തി. മരണം നടന്ന സ്ഥലത്ത്
പ്രണയത്തെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് പ്രണയം അവിടെ ചർച്ച ചെയ്യുകയില്ല. എന്നാൽ ഈ മരണത്തെ നേരത്തെ പല വിവരങ്ങൾ നിരീക്ഷിച്ചതുപോലെ രമണൻ എന്നൊരു മരണം എന്നുണ്ട്, മരണം എന്നുള്ളത് രമണൻ എന്നുള്ളത് തിരിച്ചു വായിക്കാമെന്ന് പറഞ്ഞതുപോലെ ഈ കോമ്പിനേഷനെ അതിമനോഹരമായ പ്രണയ സന്ദർഭമാക്കി മാറ്റുകയാണ് മൃദുല ചെയ്യുന്നത്. കാസർകോട്ടെ സാഹിത്യരംഗത്തെ പ്രമുഖൻ വത്സൻ മാഷ്, സാഹിത്യവേദി പ്രസിഡന്റ് AS മുഹമ്മദ് കുഞ്ഞി, MV സന്തോഷ്, റഹ്മാൻ മുട്ടത്തോടി എന്നിവരും കുളയിലെ കഥയെക്കുറിച്ച് സംസാരിച്ചു. സുജി മീത്തൽ, സുബിൻ, രേഷ്മ, KPS വിദ്യാനഗർ, സീതാമോൾ, മഞ്ജി ചാരുദ തുടങ്ങി നിരവധി പേർ പുസ്തക ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ ABS ഗ്ലോബൽ സ്കൂൾ 15ാം വാർഷികാഘോഷവും വിദ്യാർത്ഥികളുടെ കലാസാംസ്കാരിക പരിപാടികളും ഫെബ്രുവരി 1 നടക്കും. വാർഷികാഘോഷ പരിപാടികൾ കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങോത്ത് ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശാസ്ത്ര സാങ്കേതിക മികവുകൾ പ്രദർശിപ്പിക്കുന്ന ഡിജിറ്റൽ ഫെസ്റ്റ്, സയൻസ് മാത്സ് എക്സ്പോ തുടങ്ങിയവയും വാർഷികാഘോഷ ഭാഗമായി നടക്കും. 300-ൽ പരം പ്രദർശന സ്റ്റാളുകളും 10ഓളം പവലിയനുകളും എക്സ്പോയുടെ ഭാഗമായി സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട്. ഫെബ്രുവരി 1 വൈകുന്നേരം 3 മണിക്ക് കാഞ്ഞങ്ങാട് DYSP ബാബു പെരിങ്ങേത്ത് സ്കൂളിന്റെ 15ാം വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട DYSP ഹോസ്ദൂർ ബാബു പെരിങ്ങേത്താണ്. അതോടൊപ്പം തന്നെ അന്നേ ദിവസം നടക്കുന്ന കുട്ടികളുടെ എക്സിബിഷൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അഖിൽ കൃഷ്ണ, കാഫിറ്റ് സെക്രട്ടറി കാലിക്കറ്റ് ആണ്. ഈ പരിപാടിയുടെ ഏറ്റവും വലിയ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഒരു സാധാരണ കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാം എന്നതിലുപരി ചെറിയ കുട്ടികളുടെ കലാപരമായ പരിപാടികളോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് വേണ്ട കുറേ നൈപുണ്യങ്ങളെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടിരിക്കുന്ന സ്റ്റാളുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഗെറ്റ്ലൻ CRDM CEO അഖിൽ കൃഷ്ണ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ചടങ്ങിൽ അന്താരാഷ്ട്ര ഡിജിറ്റൽ ഫെസ്റ്റിൽ പങ്കെടുത്ത് മികച്ച നേട്ടം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടക്കും. സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ മനോരമ മുരളി, ഹെഡ് മിസ്റ്റേഴ്സ് ഫിജില മുനീർ, ഇവന്റ് കോർഡിനേറ്റർ KP ഷഹൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ജനുവരി 30 ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ DYFI ചീമേനി ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മരണ സംഘടിപ്പിച്ചു. പരിപാടി DYFI മുൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി M രാജീവൻ ഉദ്ഘാടനം ചെയ്തു. ചീമേനി പള്ളിപ്പാറയിലാണ് ഗാന്ധി രക്തസാക്ഷി ദിനത്തിൽ DYFI ചീമേനി ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മരണ സംഘടിപ്പിച്ചത്. പരിപാടി DYFI മുൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി M രാജീവൻ ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്തിലെ ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന, മതനിരപേക്ഷതയെ സ്നേഹിക്കുന്ന, രാജ്യത്തിന്റെ ഫെഡറലിസത്തെ സ്നേഹിക്കുന്ന ഈ രാജ്യത്തിലെ എല്ലാ മനുഷ്യരും കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJPക്കെതിരായിട്ട് വലിയ ജനവിധി നടത്തുന്നു. അതിന്റെ ഭാഗമായിട്ട് പാർലമെന്റിൽ BJPക്ക് ഉണ്ടായിരുന്ന ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് 240 എന്ന സീറ്റിലേക്ക് BJP ഒതുങ്ങുന്നു. അങ്ങനെ ഒതുങ്ങുക മാത്രമല്ല, ഇന്ന് നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്നത്, BJP രാജ്യം ഭരിക്കുന്നത് തെലുങ്ക് ദേശത്തിന്റെയും JDUവിന്റെയും പിന്തുണ കൊണ്ടാണ്. മേഖലാ പ്രസിഡന്റ് TP അഭിരാമി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ യൂത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റ് കാസർഗോഡ് ജില്ലാതല ക്യൂസ് മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ പാം പെരിങ്ങാര യൂണിറ്റിലെ വിജിതയ്ക്കുള്ള ഉപഹാരം DYFI മുൻ കാസർഗോഡ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി M രാജീവൻ നൽകി. ചടങ്ങിൽ മേഖലാ സെക്രട്ടറി രജിൻ M സ്വാഗതം പറഞ്ഞു. CPIM ചീമേനി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം K സുകുമാരൻ, DYFI ചീമേനി ഈസ്റ്റ് മേഖലാ ട്രഷറർ സുധിൻ പള്ളിപ്പാറ, DYFI പള്ളിപ്പാറ യൂണിറ്റ് സെക്രട്ടറി വിജില K എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിൽ നടന്ന ഇന്റർ പോളിടെക്നിക് കോളേജ് നോർത്ത് സോൺ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ടീം ജേതാക്കളായി. കാഞ്ഞങ്ങാട് നിത്യാനന്ദ പോളിടെക്നിക് കോളേജ് ടീമാണ് റണ്ണേഴ്സ് അപ്പ്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ 10 പോളിടെക്നിക് കോളേജ് ടീമുകൾ ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റേഡിയത്തിൽ 2 ദിവസങ്ങളായി മാറ്റുരച്ച ചാമ്പ്യൻഷിപ്പിന്റെ കലാശ പോരാട്ടത്തിൽ ഏകപക്ഷീയമായ 1 ഗോളിനാണ് തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ടീം കിരീടം ചൂടിയത്. സമാപന ചടങ്ങിൽ ചന്തേര പ്രിൻസിപ്പൽ SA KP സതീഷ് വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. TK വിജിത്ത് അധ്യക്ഷത വഹിച്ചു.
പോളിടെക്നിക് ഗെയിംസ് അസോസിയേഷൻ സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ.പി. അഭിലാഷ്, നോർത്ത് സോൺ കൺവീനർ ടി.പി. യുഗേഷ്, കെ. പ്രിയേഷ്, യദു ആർ. ഗോവിന്ദ്, പി. മോഹനൻ എന്നിവർ സംസാരിച്ചു. ഉദനൂരിൽ നടന്ന നോർത്ത് സോൺ മത്സരത്തിലെ 1-2 സ്ഥാനക്കാർ ആലപ്പുഴയിൽ ഫെബ്രുവരിയിൽ നടക്കുന്ന സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് യോഗ്യത നേടി. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാറും ബസ്സും മറ്റു വാഹനങ്ങളും റോഡിൽ ഓടിക്കൊണ്ടിരിക്കെയും നിർത്തിയിട്ടിടത്തും കത്തിയമരുന്ന കാലത്ത് ഇത്തരം അപകടങ്ങളിൽ തീപിടുത്തം നിയന്ത്രിക്കുവാൻ ഓട്ടോമാറ്റിക് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ മാതൃക ദേശീയ ടെക് ഫെസ്റ്റിവലിൽ പരിചയപ്പെടുത്തി പോളിടെക്നിക് വിദ്യാർത്ഥികൾ. വാഹനങ്ങളുടെ എഞ്ചിൻ ഭാഗത്തും ഡാഷ്ബോർഡ് ഏരിയയിലും പാസഞ്ചർ ക്യാബിനിലും പിൻഭാഗത്തും പ്രത്യേകം സെൻസറുകൾ ഉപയോഗിച്ചാണ് തീയണയ്ക്കേണ്ട എക്സ്റ്റിങ്ക്യൂഷർ പ്രവർത്തിപ്പിക്കുക. നമ്മുടെ നാട്ടിൽ പ്രധാനമായും എഞ്ചിൻ റൂമിലാണ് തീയും പുകയും സാധാരണ ഉണ്ടാകാറ്. ഇതുകൂടി കണക്കിലെടുത്ത് പ്രഥമ പരിഗണനയും ഇവിടെ നൽകുന്നു. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ദേശീയ ടെക് ഫെസ്റ്റിവലിലാണ് പിലാത്തറ വിളയാങ്കോട് മാർ ഗ്രിഗോറിയസ് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജ് വിദ്യാർത്ഥികൾ ഓട്ടോമാറ്റിക് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ മാതൃക അവതരിപ്പിച്ചത്. വിളയാങ്കോട് MGM പോളിടെക്നിക് കോളേജിലെ UK ദേവരാഗിന്റെ നേതൃത്വത്തിലുള്ള 4ാം സെമസ്റ്ററിൽ പഠിക്കുന്ന 4 വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് മാതൃക തയ്യാറാക്കിയത്. ഇപ്പോഴുള്ള വാഹനങ്ങളെല്ലാം സെൻസർ രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത്. എവിടെയെങ്കിലും ഒരു സ്മോക്ക് വന്നാൽ പോലും നമുക്ക് അതിൻ്റെ ഡോറ് പോലും ഓപ്പൺ ആക്കാൻ പറ്റില്ല. ആ സമയത്ത് നമുക്ക് എങ്ങനെ നമ്മളെ കൊണ്ട് രക്ഷപ്പെടാൻ പറ്റും, ഒരു ലോ ബഡ്ജറ്റായിട്ട് നമുക്കൊരു ഫയർ എക്സ്റ്റിങ്ക്യൂഷർ സിസ്റ്റം എങ്ങനെ ഒരു കാറ് അതുപോലെ ഒരു ബസ് കാര്യങ്ങൾക്ക് ഇൻബിൽഡ് ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ള ഒരു ചെറിയൊരു രൂപമാണ് ഇവിടെ നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു ബസ് കൊണ്ടുവന്നത്. കാരണം നിലവിലിപ്പോൾ നമുക്കൊരു വലിയ ബസ്സോ കാര്യങ്ങളോ നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ മെയിനായിട്ട് വരുന്നത് എൻജിൻ്റെ അകത്ത് വരുന്ന വേരിയേഷൻസും കാര്യങ്ങളും കൊണ്ട് നമുക്ക് ബേണിങ് സ്റ്റാർട്ടാവും. ആ ബേണിങ് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന സെൻസേഴ്സാണ്. 3 സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ 3 സെൻസർ, ഒരു സെൻസർ വരുന്നത് നമ്മുടെ എൻജിൻ സൈഡിലും, രണ്ടാമത്തെ സെൻസർ വരുന്നത് നമ്മുടെ ക്യാബിൻ ഭാഗത്തും, മൂന്നാമത്തെ വരുന്നത് പാസഞ്ചർ സൈഡുമാണ്. ഏത് ഭാഗത്തുനിന്നാണ് നമുക്ക് തീപിടുത്തം ഉണ്ടാകുന്നറിയില്ല. കാരണം ഫുള്ള് വരുന്നത് വയറിംഗ് സിസ്റ്റമാണ്. ഈ വയറിംഗ് സിസ്റ്റത്തിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഒരു സ്പാർക്ക് വന്നു കഴിഞ്ഞാൽ ഈ വരുന്ന ബസ്സുകൾ അടിക്കും. ആ സമയത്ത് നമുക്ക് മാനുവലായിട്ട് ഒരു പ്ലഗ് ഫുൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വരുന്ന ഫയർ എക്സ്റ്റിങ്ക്യൂഷറെ ഇത് വെച്ച് നമുക്ക് ആ ടൈമിൽ നമുക്കൊന്ന് പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ ആളപായം ഇല്ലാണ്ട് രക്ഷപ്പെടാനും പറ്റും. ഉറുമേസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മധൂർ ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വ മിഷൻ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്കിന്റെ ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഉദ്ഘാടനം നിർവഹിച്ചു. മധൂർ ഗ്രാമപഞ്ചായത്തിൽ ശുചിത്വ മിഷൻ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലകൃഷ്ണ നിർവഹിച്ചു. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിജ വിനോദ് അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈമ CA മുഖ്യാതിഥിയായി പങ്കെടുത്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണ സൂർലു, യശോദ S. നായിക്, സുകുമാരൻ കുദ്രപ്പാടി, ജമീല അഹമ്മദ് എന്നിവർ സംസാരിച്ചു. വാർഡ് മെമ്പർമാരായ ശ്രീമതി, ഉദയകുമാർ, ഹനീഫ അറന്തോട്, ഹബീബ് ചെട്ടുംകുഴി, ജനനി TK, രതീഷ് K, ബഷീർ P, അമ്പിളി E, രാജേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി തൊങ്കൽ എന്ന പേരിൽ കലാപരിപാടികൾ സംഘടിപ്പിച്ചു. മുൻമന്ത്രി TK ഹംസ ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് ടൗൺ ഹാൾ പരിസരത്ത് P. രാഘവൻ നഗറിലാണ് തൊങ്കൽ എന്ന പേരിൽ കലാപരിപാടികൾ സംഘടിപ്പിച്ചത്. മുൻമന്ത്രി TK ഹംസ ഉദ്ഘാടനം ചെയ്തു. മാപ്പിളക്കലകൾ സമൂഹത്തിൽ നടത്തിയ മുന്നേറ്റവും സ്വാധീനവും ശക്തമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അടിച്ചമർത്തപ്പെട്ടവർക്കായി മാപ്പിള കലകളും ശബ്ദിച്ചിട്ടുണ്ട്. ഇത്തരം കലകൾ വലിയ തോതിലുള്ള സാമൂഹ്യ മുന്നേറ്റങ്ങൾക്ക് കാരണമായി. പുലയന്മാർ എഴുതുകയും പാണന്മാർ പാടുകയും ആടുകയും ചെയ്ത കലകളുടെ സ്വാധീനം മാപ്പിളപ്പാട്ടുകളിലും കാണാൻ സാധിക്കും. കലയ്ക്ക് ജാതിയും മതവുമില്ലെന്നും മനുഷ്യ നന്മയാണ് എല്ലാ കലകളും ഉയർത്തിപ്പിടിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാമ്പാർ തിളച്ച് റെഡിയായത് കണ്ടാൽ വന്ന് വിവരം പണി നമ്പൂരി ഒരു വടി കുത്തിപ്പൊടിച്ച് ഇങ്ങനെയാണ് ചെല്ലും. അയിപ്പ് നോക്കിയിട്ട് ആ വടിയോട് ഒന്ന് ഇങ്ങനെ ഇളക്കും സാമ്പാർ. ആ ഇളക്കിയാണ് വന്ന് വിളമ്പി കൊടുക്കുകയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നറിയും. ഒന്നും ഇയാൾ ചെയ്യണില്ല കാണാൻ. അവസാനം നമ്മളെ ബുദ്ധിപരമായ 2 സഖാക്കളത് കണ്ടുപിടിച്ചു. ഒരു വെള്ളം മറിഞ്ഞെടുത്തിട്ട് എന്താണ് ഈ നമ്പൂരിന്റെ വടിൻ്റെ ഉള്ളിൽ വടികൊണ്ടാണ് ഇളക്കുന്നത്. അന്വേഷിച്ച് നോക്കുമ്പോൾ സഖാക്കളത് കണ്ടുപിടിച്ച് എന്താണെന്ന് ചോദിച്ചാൽ ഉണക്കച്ചെമ്മീൻ വറുത്തത്. ഉണക്കച്ചെമ്മീൻ പൊരിച്ച് വറുത്ത് പൊടിയാക്കിയിട്ട് ഈ വടിൻ്റെ ഉള്ളിൽ അത് സാമ്പാറിന്റെ കലക്കിയപ്പോൾ ഒരു പുത്തൻ സാമ്പാർ, എന്തോ ഒരു സാമ്പാർ.
അന്തരിച്ച CPIM നേതാവ് MK നാരായണന്റെ ഓർമ്മ പുസ്തകത്തിന്റെ കവർ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു. ഉപഹാരങ്ങൾ TK ഹംസ വിതരണം ചെയ്തു. PK നിഷാന്ത് അധ്യക്ഷനായി. P കരുണാകരൻ, VV രമേശൻ, P അപ്പുക്കുട്ടൻ, അഡ്വക്കേറ്റ് K രാജ്മോഹനൻ, KV സുജാത, അഡ്വക്കേറ്റ് C ശുക്കൂർ, മുലക്കണ്ടം പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. M രാഘവൻ സ്വാഗതം പറഞ്ഞു. തുടർന്ന് മാപ്പിളപ്പാട്ട്, ഒപ്പന, ദഫ്മുട്ട്, കോൽക്കളി, അറബനമുട്ട് എന്നിവ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വെള്ളിക്കോത്ത് മഹാകവി P സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു. കാസർഗോഡ് വിദ്യാഭ്യാസ ഉപഡയറക്ടർ TV മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. 2024-25 അധ്യയന വർഷത്തിൽ വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടി സ്കൂളിന്റെ അഭിമാനമായി മാറിയ വിദ്യാർത്ഥിനി പ്രതിഭകൾക്കും അധ്യാപകർക്കും വെള്ളിക്കോത്ത് മഹാകവി P സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ PTA-യുടെയും SMC-യുടെയും സ്റ്റാഫ് കൌൺസിലിന്റെയും നേതൃത്വത്തിൽ അനുമോദനം നൽകി. വിജയോത്സവം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി കാസർഗോഡ് വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ TV മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ K കൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് S ഗോവിന്ദരാജ്, SMC ചെയർമാൻ പ്രഭാകരൻ മൂലക്കണ്ടം, സീനിയർ അധ്യാപിക അമ്പിളി എന്നിവർ സംസാരിച്ചു. പ്രധാന അധ്യാപിക സരള ചെമ്മഞ്ചേരി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി V സുരേഷ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് മുസ്ലിം വെൽഫെയർ സൊസൈറ്റി ഇഫ്താർ സംഗമവും മെട്രോ പുരസ്കാരദാനവും സംഘടിപ്പിക്കും. ഇത് സംബന്ധിച്ച് വിപുലമായ യോഗം ചേർന്നു. ജീവകാരുണ്യ, വിദ്യാഭ്യാസ, സാംസ്കാരിക മേഖലകളിൽ 1/4 നൂറ്റാണ്ടിലേറെ കാലമായി പ്രവർത്തിക്കുന്ന കാഞ്ഞങ്ങാട് മുസ്ലിം വെൽഫെയർ സൊസൈറ്റി റമദാൻ റിലീഫും ഇഫ്താർ സംഗമവും സംഘടിപ്പിക്കും. 100ഓളം കുടുംബങ്ങൾക്ക് റമദാൻ കിറ്റുകളും പുതുവസ്ത്രങ്ങളും തൊഴിലുപകരണങ്ങളും ഭവന നിർമ്മാണ, വിവാഹ, ചികിത്സാ സഹായങ്ങളും വിതരണം ചെയ്യും. അടുത്ത മാസം 2ാം വാരത്തിൽ കാഞ്ഞങ്ങാട് ബിഗ് മാളിലാണ് സംഗമം ഒരുക്കുക. സംഘടനയുടെ മുഖ്യ രക്ഷാധികാരിയായിരുന്ന മെട്രോ മുഹമ്മദ് ഹാജിയുടെ 5ാം ചരമവാർഷിക ദിനവും കേരളത്തിലെ പ്രഗത്ഭരായ 2 പൊതുപ്രവർത്തകർക്കുള്ള പുരസ്കാര വിതരണവും ജൂൺ 10-ന് കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിൽ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിക്കുവാനും യോഗം തീരുമാനിച്ചു. മുൻ സംസ്ഥാന പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ, മികച്ച പാർലമെന്ററിയനായ NK പ്രേമചന്ദ്രൻ, രാജ്മോഹൻ ഉണ്ണിത്താൻ MP, MLA-മാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും പ്രമുഖ നേതാക്കളും ചടങ്ങിൽ സംബന്ധിക്കും. PK ഫിറോസ് മെട്രോ അനുസ്മരണ പ്രഭാഷണം നടത്തും. ഇത് സംബന്ധിച്ച് ചേർന്ന യോഗത്തിൽ ചെയർമാൻ T അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് നഗരത്തിലെ നിർധനരായ ഓട്ടോ ഡ്രൈവറുടെ ഭവന നിർമ്മാണത്തിന് സൊസൈറ്റി അനുവദിച്ച സഹായം മുഖ്യ രക്ഷാധികാരി പാലക്കി C കുഞ്ഞാമത് ഹാജി മുൻ നഗരസഭാ ചെയർമാൻ V ഗോപിക്ക് കൈമാറി. കോർഡിനേറ്റർ ബഷീർ ആറങ്ങാടി, ട്രഷറർ തായൽ അബ്ദുൾ റഹ്മാൻ ഹാജി, ഡയറക്ടർമാരായ A ഹമീദ് ഹാജി, തൊട്ടി സാലിഹ് ഹാജി, MK റഷീദ് ഹാജി, സൗദി അബൂബക്കർ ഹാജി, AP കരീം, AK മുഹമ്മദ്, ഇക്ബാൽ ഹാജി, കുശാൽ നഗർ എന്നിവർ സംബന്ധിച്ചു. സെക്രട്ടറി T റംസാൻ സ്വാഗതവും M ഇബ്രാഹിം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ഫോറസ്റ്റ് ഡിവിഷൻ പരിധിയിൽ RRT അനുവദിക്കുന്നത് സജീവ പരിഗണനയിലെന്ന് വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. വനാതിർത്തിയിൽ ജനങ്ങൾക്ക് ഭയം കൂടാതെ ജീവിക്കുവാനുള്ള സാഹചര്യമൊരുക്കുമെന്നും മന്ത്രി. TDF കാസർഗോഡ് യൂണിറ്റ് ഓപ്പൺ ജനറൽ ബോഡി യോഗവും പണിമുടക്ക് വിശദീകരണ യോഗവും നടത്തി. ബിജോ ജോൺ ഉദ്ഘാടനം ചെയ്തു. ആരിക്കാടി കോട്ടയിലെ നിധിവേട്ട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുജീബ് കമ്പാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് INL പ്രകടനം നടത്തി. കാസർഗോഡ് സാഹിത്യവേദി മൃദുൽ VM-ന്റെ കുളെ പുസ്തകം ചർച്ച ചെയ്തു. പുലിക്കുന്ന് ലൈബ്രറി ഹാളിലായിരുന്നു പരിപാടി. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനം തൊങ്കൽ എന്ന പേരിൽ സംഘടിപ്പിച്ച കലാപരിപാടികൾ ശ്രദ്ധേയമായി. ഇന്റർ പോളിടെക്നിക് കോളേജ് നോർത്ത് സോൺ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് തൃക്കരിപ്പൂർ പോളിടെക്നിക് കോളേജ് ടീം ജേതാക്കൾ. ഇതോടുകൂടി ഈ ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.